വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എറണാകുളത്ത് എടപ്പള്ളി ലുലുവിൽ നിന്ന് 4 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. 5.5 സെൻറ്റ് സ്ഥലത്ത് 1950 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും 4 കാർ പാർക്കിംഗ് സ്പേസോട് കൂടിയാണ് ഈ ഒരു വീട് വരുന്നത്. ടൗണിൽ നിന്ന് കുറച്ച് മാറി നല്ല പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 750 മീറ്ററും, സെൻറ് ജോസഫ് ഹോസ്പിറ്റലിലേക്ക് 1 കിലോമീറ്ററും, രാജഗിരി സ്കൂളിലേക്ക് 3 കിലോമീറ്ററും, എടപ്പള്ളി ലുലു മോളിലേക്ക് 4.3 കിലോമീറ്ററും, കുസാറ്റ് മെട്രോ സ്റ്റേഷനിലേക്ക് 3.9 കിലോമീറ്ററും, ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററും, കാക്കനാടേക്ക് 9.3 കിലോമീറ്ററും, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്ററും, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 8.5 കിലോമീറ്ററും, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 20 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ പെയിൻറ് വർക്കുകളും സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനുമാണ് നൽകിയിരിക്കുന്നത്. 4 മീറ്ററോളം ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ് കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നത്. 3 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഫോൾഡിംഗ് ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ വരുന്നത് 3 മീറ്ററോളമുള്ള വീട്ടിലേക്കുള്ള എൻട്രൻസിലേക്കാണ്. ഇൻ്റർലോക്ക് കട്ടകളാണ് ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഇരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 3 കാറുകളോളം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഒരു കവേർഡ് കാർ പാർക്കിംഗ് കൂടി ലഭിക്കുന്നുണ്ട്. കവേർഡ് കാർ പാർക്കിങ്ങിൻ്റെ സൈഡിലായിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇനി ഇവിടെ മെറ്റൽ ചിപ്സ് കൂടി വരാനായിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. വീടിൻ്റെ വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെയും വിട്ട് വരുന്നത്. ഇവിടെയായിട്ട് സൈഡിൽ ടാപ്പ് പോയിന്റ് ഒക്കെ വരുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തും മെറ്റൽ ചിപ്സ് വരാനായിട്ടുണ്ട്. വീടിൻ്റെ 3 സൈഡും അത്യാവശ്യം സ്പേസ് നൽകിയാണ് ഈ ഒരു വീട് വരുന്നത്. ബാക്കിലായിട്ട് കാണുന്നത് വർക്ക് ഏരിയയാണ്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 2 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കോർണറിലായി വരുന്ന പില്ലറിന് ടൈലാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ LED സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈൻ നൽകി അതോടൊപ്പം തന്നെ വലുപ്പമുള്ള ഹാൻഡിൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോറിനോട് ചേർന്ന വാൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിന്റ് വർക്കുകളാണ് വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ ലിവിങ്ങിലേക്കാണ്. 12.5 അടിയിലേറെ നീളവും 10.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ലിവിംഗ് സ്പേസിന് സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോസ് ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റിന് കോഫി ടേബിളിനുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിൽ ലഭിക്കുന്നുണ്ട്. മുകളിലെ സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിങ്ങും പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റും ഭംഗിയുള്ളൊരു സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നോർത്ത് സൈഡിലെ വാളിലാണ് TV യൂണിറ്റിനുള്ള പോർഷൻ വന്നിരിക്കുന്നത്. താഴെയായിട്ട് സ്റ്റോറേജും ഈ ഒരു ഭാഗത്തായിട്ട് ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിങ്ങും ടെക്സ്ചർ പെയിന്റ് വർക്കുകളുമാണ് TV യൂണിറ്റിന്റെ ബാക്ക് സൈഡിലായിട്ട് നൽകിയിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിലേക്ക് വരുമ്പോൾ ഒരു സൈഡിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ താഴ്ഭാഗത്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ ഡൈനിങ് വരുന്നത്. ഡൈനിങ്ങിൻ്റെ എൻട്രൻസ് ഭാഗത്ത് ഡബിൾ ഹൈറ്റ് പോർഷൻ ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് സ്പോട്ട് ലൈറ്റുമാണ് വരുന്നത്. ഈ ഒരു സ്പേഷ്യസ് ആയ ഡൈനിങ്ങിന് 20.5 അടിയോളം നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് 2 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തെ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ ലൂവേർഡ് ഡിസൈനുള്ള പാനലിംഗും സ്പോട്ട് ലൈറ്റും LED ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഭംഗിയുള്ളൊരു സീലിംഗ് ഫാനും വരുന്നുണ്ട്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഒരു കൗണ്ടർ സ്പേസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. താഴെയായിട്ട് സ്റ്റോറേജും മുകളിലും സൈഡിലുമായിട്ടെല്ലാം ഓപ്പൺ ബോക്സും അതോടൊപ്പം തന്നെ മിററിൻ്റെ ബാക്ക് സൈഡിലെല്ലാം ടെക്സ്ചർ പെയിന്റ് വർക്കുകളും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ 2 ബെഡ്റൂമുകളും വരുന്നത്. ഈ ഒരു ഭാഗത്തും സീലിംഗിൽ LED ലൈറ്റ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ വീഗാറിൻ്റെ വയേഴ്സും ഫൈബേഴ്സിൻ്റെ സ്വിച്ചസുമാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണുള്ള ടൈലുകളാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. വുഡൻ ഗ്ലാസ് ഉപയോഗിച്ചാണ് കിച്ചൻ്റെ ഡോർ വന്നിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പോർഷൻ വരുന്നത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസും ഓപ്പൺ ബോക്സും ഈ ഒരു കിച്ചണിന് വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. വലിപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും വരുന്നുണ്ട്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും കൗണ്ടർ സ്പേസിനോട് ചേർന്ന് തന്നെ വരുന്നുണ്ട്. വാട്ടർ പ്യൂരിഫയറിനുള്ളൊരു പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ LED ലൈറ്റും സീലിംഗ് ഫാനും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ വർക്ക് ഏരിയ വരുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഒരു വർക്ക് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വാഷിംഗ് മെഷീനുള്ള പവർ പോയിന്റും കൂടാതെ അലക്കുകല്ലും ടാപ്പും എല്ലാം തന്നെ ഈ ഒരു വർക്ക് ഏരിയയിൽ വരുന്നുണ്ട്.
ഫുള്ളി കവർ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് രണ്ട് സൈഡിലും ഗ്രിൽ ഡോറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറ് സ്കിൻ ഡോറിലാണ് വരുന്നത്. 11 അടിയിലേറെ നീളവും 10.5 അടി വീതിയുമുള്ള ഈ ഒരു ബെഡ്റൂമിന് വെസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയാണ് വന്നിരിക്കുന്നത്. സൗത്ത് സൈഡ് വാളിലായിട്ട് ടെക്സ്ചർ പെയിൻറ് വർക്കാണ് വന്നിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ വലുപ്പമുള്ളൊരു വാൾ റൂം വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്കൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടി ലഭിക്കുന്നുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ ടെക്സ്ചർ പെയിൻറ് വർക്കും LED ലൈറ്റും സീലിംഗ് ഫാനും ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിന് വെറ്റേരിയൻ ഡ്രൈ ഏരിയ നമ്മൾ ചെറിയ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ നൽകിയിട്ടുണ്ട്. എല്ലാം തന്നെ ഹിൻവെയർ ഇറ്റാലിയൻ കളക്ഷൻസിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറിലാണ് വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 10.5 അടിയിലേറെ നീളവും 10.5 അടിയോളം തന്നെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഈസ്റ്റ് സൈഡിലെ വാളിൽ ടെക്സ്ചർ പെയിൻറ് വർക്കും വരുന്നുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സീലിംഗിലും ടെക്സ്ചർ പെയിൻറ് വർക്കും LED ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും സീലിംഗ് ഫാനുമാണ് വരുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ വലുപ്പമുള്ളൊരു വാൾഡ്രോബും ഒരു എക്സ്ട്രാ ഡ്രസ്സിംഗ് യൂണിറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിനെ വെറ്റേരിയൻ ഡ്രൈ ഏരിയ എന്ന രീതിയിൽ ചെറിയതായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ ഹിറ്റ്വെയർ ഇറ്റാലിയൻ കളക്ഷൻ്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റ് എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഫ്ലോട്ടിംഗ് സ്റ്റൈലിലാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകളെല്ലാം തന്നെ വുഡൻ ടെക്സ്ചറിലുള്ള മാറ്റ് ഫിനിഷ് സ്റ്റൈൽ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സിന് പകരം ഇവിടെ പ്രൊഫൈൽ ലൈറ്റ് ആണ് വരുന്നത്. ഹാൻഡ് റെയിലിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ SS ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആൻറ്റി ക്ലോക്ക് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ നേരെ എത്തിച്ചേരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. നോർത്ത് സൈഡ് വോളിലായിട്ട് ടെക്സ്ചർ പെയിൻറ് വർക്കുകളൊക്കെ ചെയ്ത് TV യൂണിറ്റിലുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ എല്ലാം തന്നെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് സ്പോട്ട് ലൈറ്റും LED ലൈറ്റും കൂടാതെ സീലിംഗ് ഫാനും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ് വരുന്നത്. ഇവിടെ സെയിം സീലിംഗ് വർക്കുകൾ തന്നെയാണ് വരുന്നത്. പിന്നീട് നമ്മൾ ഈ പാസേജിലൂടെ വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന് 11 അടിയിലേറെ നീളവും 11 അടിയോളം തന്നെ വീതിയുമാണ് ഉള്ളത്. സൗത്ത് സൈഡ് വാളിലായിട്ട് ടെക്സ്ചർ പെയിൻറ് വർക്കുകളൊക്കെ വരുന്നുണ്ട്. വെസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ ടെക്സ്ചർ പെയിൻറ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും സീലിംഗ് ഫാനും LED ലൈറ്റോട് കൂടിയാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം എന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. വെറ്റേരിയൻ ഡ്രൈ ഏരിയ തമ്മിൽ ചെറിയ സെപ്പറേഷനൊക്കെ ഈ ഒരു ബാത്റൂമിന് വരുന്നുണ്ട്. എല്ലാം തന്നെ ഹിൻവെയർ ഇറ്റാലിയൻ കളക്ഷൻ്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറിലാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11.5 അടിയോളം നീളവും 11 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് സൈഡ് വാളിലായിട്ട് ടെക്സ്ചർ പെയിൻറ് വർക്കുകളും വരുന്നുണ്ട്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ ടെക്സ്ചർ പെയിൻറ് വർക്കും LED ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. വെറ്റേരിയൻ ഡ്രൈ ഏരിയ തമ്മിൽ ചെറിയ സെപ്പറേഷനൊക്കെ നൽകിയിട്ടുണ്ട്. ഹിൻവെയർ ഇറ്റാലിയൻ കളക്ഷൻസിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ യൂട്ടിലിറ്റി വരുന്നത്. ഒരു കോർണറിലേക്ക് മാറി വാഷിംഗ് മെഷീനുള്ള പോയിന്റും അതുപോലെ തന്നെ ഒരു വാഷ് ബേസിനും നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ മറ്റൊരു കോർണറിൽ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് വരാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ 2 സെക്ഷനായിട്ടാണ് ബാൽക്കണി വരുന്നത്. ചെറിയൊരു ഓപ്പൺ സെക്ഷനോട് ലഭിക്കുന്നുണ്ട്. ഹാൻഡ് റെയിലായിട്ട് നമ്മൾ SS ഗ്ലാസുമാണ് വന്നിരിക്കുന്നത്. ഒരു കോർണറിലായിട്ടുള്ള പില്ലറിന് ടൈൽ വർക്കാണ് വരുന്നത്. കൂടാതെ വെസ്റ്റ് സൈഡ് വാളിൽ ടെക്സ്ചർ പെയിൻറ് വർക്കാണ് വന്നിരിക്കുന്നത്. 5.5 സെന്റ് സ്ഥലത്ത് 1950 സ്ക്വയർ ഫീറ്റ് 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും 4 കാർ പാർക്കിംഗ് സ്പേസോടുകൂടി ഈ ഒരു വീടിന് ചോദിക്കുന്നത് 1,05,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ, പ്ലോട്ടുകൾ, വില്ലകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.